യാത്ര ചെയ്യാനായി ഇഷ്ടമില്ലാത്ത ഒരാളാണല്ലേ നമ്മുടെ ജീവിതത്തിൽ. ഓരോ സമയവും നമുക്ക് എപ്പോഴൊക്കെ വിരസത തോന്നുമ്പോഴൊക്കെ നമുക്ക് ഒരു യാത്ര പോവാം അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എവിടെയും ഗൂഗിൾ മാപ്പിൽ എവിടെയും കാണാത്ത നമ്മുടെ പഴയ വീടുള്ള ആ ഒരു സ്ഥലത്തേക്കാണ്. കുഗ്രാമം എന്ന് പറഞ്ഞാൽ അത്രയും കുഗ്രാമമാണിത്. മരങ്ങളും കാടുകളും എവിടെയെങ്കിലും ഒരു വീടൊക്കെ കാണുന്ന അത്രയും കുഗ്രാമമായ ഒരു സ്ഥലമാണിത്. അപ്പോൾ നമുക്ക് പോകാം. ഇപ്പോൾ കുറ്റിക്കോല എത്തിയിരിക്കുന്നു. അപ്പോൾ ഞാനിവിടെ ബസ് ഇറങ്ങി കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ ആ വീടുള്ള ആ ഒരു ഗ്രാമത്തിലേക്ക് എത്തുന്നത് ഒരു ബസ് മാത്രമേ ഉള്ളൂ അങ്ങോട്ടാകെ. അത് അപ്പോൾ 12 മണിയാകുമ്പോൾ ഞാനിവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ 12:20 ആ ബസ് അത് കാത്തിരിക്കുകയാണ്. ഞാൻ ഈ ബസ് സ്റ്റാൻഡിലൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പരിചയക്കാരൊക്കെ കണ്ടു, അവരോടൊക്കെ സംസാരിച്ചു. ഇങ്ങനെ ബസ് ഇറങ്ങി ഇതിലൂടെ നടക്കുകയാണ്. ആ ബസ്സിലുണ്ടാകുമ്പോൾ ആ ഒരു പോകുന്ന കാഴ്ചയെല്ലാം നമുക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പരിചയക്കാരെല്ലാം ഉണ്ടാകുമ്പോൾ നമുക്ക് അങ്ങനെ ബസ്സിൽ നിന്ന് വീഡിയോ എടുക്കാൻ സാധ്യമല്ലല്ലോ. അപ്പോൾ നല്ല മനോഹരമായ ഒരു ഗ്രാമമാണ്. ആകാശത്തിൻ്റെ ഒരു കീറ് മാത്രം എവിടെയെങ്കിലും കാണുന്ന മാതിരി അത്രയും മരങ്ങളും ചെടികളും കാട്ടുവള്ളികളും കാട്ടാറുകളും ഒക്കെ ഇങ്ങനെ ഇതിലേ കൂടി ഒരു അരുവി പോലെ ഒരു തോട് ഒഴുകുന്നുണ്ട്. നല്ല നല്ല മഴ വന്നാൽ നല്ല വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ പക്ഷേ മഴ കുറവായതുകൊണ്ട് വെള്ളം കുറവാണ്. അതിലെ ഒഴുകുന്ന സൗണ്ട് എനിക്ക് കേൾക്കാം. അപ്പോൾ ആ ഒരു സൗണ്ട് ഞാൻ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് ഇപ്പോൾ കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ നടന്ന് ഇതിലേക്ക് പോവുകയാണ്. നടന്ന് എത്താനായി. അപ്പോൾ അത്രയും ഒരു കാട്ടു പ്രദേശത്താണ് നമ്മുടെ പഴയ വീടുള്ളത്. അവിടെയൊക്കെ ഇങ്ങനെ 2 സൈഡിൽ റബ്ബർ മരങ്ങളാണ്, ചെത്തുന്ന റബ്ബർ മരങ്ങളാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആകാശം കണ്ടില്ല, എത്ര മനോഹരമായിരിക്കുന്നല്ലേ കാഴ്ച. അത്ര നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അത്രയും ഒരു കുഗ്രാമം. വീടെന്ന് പറയുന്നത് എവിടെയെങ്കിലും ഒരു ഒറ്റപ്പെട്ട വീടുകളാണ്. നമ്മുടെ മുറ്റം നമ്മളിത് താഴെ വീട്ടിൽ ഒരു പുതിയൊരു വീട് കെട്ടുന്നുണ്ട്. അതാണ് ഇത് കാണുന്നത്. ഇതിന് താഴെയാണ് നമ്മുടെ ഇതിൻ്റെ ആ ഒരു മുറ്റം കാണുന്നില്ലേ. ഇത് നമ്മുടെ മുറ്റമാണ്. ആകാശത്തിൻ്റെ ആ മുറ്റത്ത് നിൽക്കുന്ന ആകാശത്തിൻ്റെ ആ കാഴ്ച എത്ര ഭംഗിയുള്ളതാണ്. അപ്പോൾ ആ ഒരു വീട് ഞാൻ പിന്നെ